മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. നമ്മുടെ സൂപ്പർ പവർ ഈവന്റ് ആവുമ്പളേ ലാലേട്ടന്റെ പല കഥാപാത്രങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവാറുണ്ടല്ലോ. സോ വീണ്ടും രാവണപ്രഭുവിലെ ഈ ഒരു പെർഫോമൻസുമായിട്ട് എത്താൻ പോകുന്നത് നമ്മുടെ സ്വന്തം അഖിൽ കവലയൂർ, ഡയാന, തങ്കു, പിന്നെ നമ്മുടെ ഷിയാസ് ഉണ്ട്, സുധിച്ചേട്ടനുണ്ട്, പിന്നെ അഫീസ്ക ഉണ്ട്. സോ എൻജോയ്. ഇനി കാണുമ്പോ നിന്റെ മീശ പിടിച്ചിങ്ങനെ മുകളിലോട്ട് വെക്കരുത്. അങ്ങനെ കണ്ടാൽ സീവിടുവേ. പുരിഞ്ഞതാ മുന്നേ ആ പച്ചട്ടിയില് അരി പറക്കരുത്. ആയുധങ്ങളെന്നോ ഉപേക്ഷിച്ച ഞാൻ ഈ എഴുത്താണി കത്തിയുടെ മൂർച്ച നോക്കിയത് നിനക്ക് വേണ്ടിയാണ്. കൂടെ ഞാനുണ്ട്. പുതിയ യുദ്ധമുറകൾ അറിയില്ലെങ്കിലും ഒരു തേരാളിയായി കൂടെ നിൽക്കാം. എന്റെ അച്ഛൻ വരുന്നു. മംഗലശ്ശേരി നീലകണ്ഠൻ. ആകാശം പാട്ടിട്ട് പാട്ടിട്ട് അച്ഛന്റെ പാട്ടിട്ട്. ഇത് ഏത് പാട്ടിലായിരുന്നു? അവന് പ്രാന്താണ്. അവന് അനന്തമല്ല, അവന് പ്രാന്താണ്. അവൻ 2 ദിവസം എന്റെ ആ റൂമിനകത്ത് വന്നിടത്തിന്റെ മ്യൂസിക് അവൻ അറിഞ്ഞുകൂടെ പറഞ്ഞ ആകാശത്തിൽ ഈ പാട്ട് മാത്രമല്ല. അണ്ണാ അവന് പ്രാന്ത്. നിങ്ങൾക്ക് എന്താ? നിങ്ങൾ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പിന്നെ പെട്ടെന്ന് പാട്ടിട്ട് പിന്നെ കയറി വരൂലേ? അണ്ണാ പഞ്ച് പോയില്ലേ? അണ്ണാ എടാ മഞ്ജു വാര്യരല്ലേ നായിക, രേവതി ഇല്ലേ? അതല്ല നിങ്ങൾ ഇറങ്ങിയപ്പോ പഞ്ച് പോയില്ലേന്ന്. മഞ്ച് വേണ്ട, അതുമല്ല വൈസം മോഹൻലാൽ ഒന്ന് മഞ്ച് എന്നാൽ ശരിയാവില്ല. കോംപ്ലീറ്റ് ചെയ്യുന്നാൽ മതി. വേറെ പാട്ടിടാൻ പറയടേ. ആകാശം പാട്ടിട അച്ഛൻ മോലാണ്ട്. ആകാശം പാട്ടിട.
എടാ അവന് തലയ്ക്ക് സുഖമല്ലടാ, അവനെ പറഞ്ഞു വിടറാ അവനെ. അണ്ണാ അവന് പിന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് ഭ്രാന്താണ് വണ്ടി ഓടിക്കണം അണ്ണാ. ഈ പാട്ടിനും പിന്നെ മോഹൻലാൽ ആ സിനിമയിലെ ഡ്രൈവറല്ലേ? നിങ്ങൾ മംഗലശ്ശേരി നീലാണ്ടൻ അകത്തോട്ട് ഒന്നുകൂടെ വാ. നാടൻ ചീരയുടെ വിത്ത് കിട്ടുന്നു കേട്ടു. എന്റെ കുറച്ച് കുമ്പളങ്ങയുടെ വിത്തുണ്ട്. ശേഖരന് വേണമാവോ? നിനക്കിഷ്ടമുണ്ടെങ്കിൽ പോയി അവളെ വിളിച്ചോണ്ട് വാ, വിളിച്ചോണ്ട് വാ. എന്താണ് കൃഷി ആഫീസാ വിത്ത് വയ്ക്കാൻ വരെ? നിങ്ങളെ ഭാര്യയല്ലേ അണ്ണാ ഇത്? ജയരാജ് വരെ ഈ സിനിമയില്ലല്ല, പുള്ളിക്ക് നല്ല പൊക്കമില്ലേ? മഞ്ജു വരാ. അണ്ണാ നിങ്ങൾ അച്ഛനാണെന്നാ. ഞാനാ? ഓ ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ. 10 ദിവസം എല്ലാ ദിവസവും രാവിലെ ഞായറാഴ്ച പള്ളിയിൽ വരണേ കേട്ടോ. അണ്ണാ നിങ്ങള് അച്ഛൻ മോഹൻലാല്, ഞാൻ മോൻ പ്രണവ. പ്രണവിന് ഇത്ര തടിയില്ലല്ലോ, മുടിയില്ലല്ലോ. പാടാ പ്രണവൊന്നും അല്ല, നീ ചുമ്മാ ഇരുന്നാണ്. എന്റെ പൊന്നെണ്ണ നിങ്ങൾ അച്ഛൻ മോഹൻലാല് ഡബിൾ ആണ്. ഡബിളാണെങ്കിൽ എനിക്ക് സിംഗിൾ പറയാൻ പറയണ, ഉള്ളി കുറച്ച്. നീ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ മംഗലശ്ശേരി നീലകണ്ഠൻ, ഞാൻ മകൻ കാർത്തികേയൻ. ഞാൻ ആരാണ് കാർത്തിക അറിയാമോ? പിന്നെ കാർത്തി അറിഞ്ഞൂടാതെ കുമ്പളപ്പം ഉണ്ടാക്കി വിളക്കും കത്തിച്ച് കാറ്റിലവച്ച് തന്നെ കാർത്തി അറിഞ്ഞൂടാ? ഇന്ത്യയിൽ എല്ലാവർക്കും അറിയില്ല കാർത്തിക. നീ എന്താ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി? നിങ്ങൾ അച്ഛൻ മോഹൻലാലാണ്, ഞാൻ മംഗലശ്ശേരി നീലകണ്ഠൻ. ഞാൻ മകൻ കാർത്തികേയൻ. കാർത്തിക ആരാണെന്ന് അറിയാമോ? പിന്നെ കാർത്തി അറിഞ്ഞോ? മുൻ സ്പീക്കർ. 2 മണിക്കൂർ മേക്കപ്പ് റൂമിൽ നിങ്ങൾക്ക് ഞാൻ സ്ക്രിപ്റ്റ് പറഞ്ഞു തന്നായിരുന്ന? നിങ്ങളൊന്നും കേട്ടില്ല ആ സമയത്ത്? അല്ല, സ്ക്രിപ്റ്റ് പറയുന്ന സമയത്തുണ്ടല്ല, ഇപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ടൊരു സ്ക്രിപ്റ്റ് എഴുതിയിരുന്നാലും വന്ന് നമ്മൾ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് സ്ക്രിപ്റ്റ് പറഞ്ഞാലും ശരി, നമ്മൾ ഉറങ്ങണം. നമ്മൾ അജണ്ടയാണത്. നമ്മൾ അറിയാതല്ല, നമ്മളിത് ഉറങ്ങണം. എന്നിട്ട് ഫ്ലോറിൽ കയറി തെറ്റിക്കാം. അങ്ങനെയാണ്. അപ്പൊ ഞാനും ആ ഗ്യാങ്ങിപ്പെട്ടതാണ്. അപ്പൊ ഞാനിങ്ങനെ അറിയായിരുന്നു, അങ്ങ് ഉറങ്ങിപ്പോയി. അത് അങ്ങനെ പറ്റിപ്പോയതാണ്. നിങ്ങൾ അച്ഛൻ മോഹൻലാലാണ്, ഞാൻ മോഹൻലാലാണ്. നിങ്ങൾ ഡയലോഗ് പറ, ഒരു ഫസ്റ്റ് ഡയലോഗെങ്കിലും പറ. നീ ഒരു കാര്യം ചെയ്താണ്, എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നീ എന്നെ ആ മൂലയെ കൊണ്ടുവച്ച് ഇവിടെ ഒരു അടി അടിച്ചാണ്. കറക്റ്റാണ്. മൂലം കൊണ്ടുപോകണം. പച്ച വെട്ടത്തിൽ 10 പേര് നോക്കാൻ കാര്യമാണ്. ഇനി പറഞ്ഞാല് ഞാനാ? ഞാൻ അച്ഛൻ മോഹൻലാല്. ഞാനാ? നീ പിന്നെ കാർത്തിക ആരാള്? കാർത്തിക സ്പീക്കറാണ്. നീ യഥാർത്ഥം പറഞ്ഞാണ് ഇത്. എന്നാ നിങ്ങൾ അച്ഛൻ മോഹൻലാല്, നിങ്ങളെ ഫസ്റ്റ് ഡയലോഗ് എന്താണ് നന്നാവാത്തെന്ന് ചോദിച്ചു. എങ്ങനെ നന്നാവും? ഈ കിറ്റിൽ തരണേല് വല്ല നന്നാവൂടാ. 160 കടല്, 600 പയറും, ഒരു ചെറിയ ചീനി വരയ്ക്കും ഉണ്ട്. അത് എങ്ങനെയാണ് നന്നാവുന്നത്? നിങ്ങൾ ശരിയാവൂല. ഞാൻ ഒറ്റയ്ക്ക് കളിച്ച് കയറ്റിക്കോളാം. മ്യൂസിക് മറ്റേ മ്യൂസിക് ഉണ്ടൊക്കെ ശേഖരം വരും, ഞാൻ ബാക്കി കളിച്ച് പിടിച്ചോളാം. ഭയന്നോ നീ? ഇന്ന് നിന്റെ കണക്കുകൂട്ടുകളിൽ തെറ്റി. മൊയ്തീൻ കണ്ണി റാവുത്തർ എന്റെ ഒരു പഴയ ചങ്ങാതിയാ, എനിക്ക് തന്ന സമ്മാനം അത്. വിശന്ന് വലഞ്ഞേറിയെന്ന് വന്ന് എനിക്ക് ഒരു നേരത്തെ ആഹാരം തരാൻ കാണിച്ചോ ഈ കൊച്ചിന്റെ മനസ്സുണ്ടല്ലോ, അതാണോ നിനക്ക്? ഇത് ഏത് സിനിമയാണോ ഇത്? ഇതോട്ട് വല്ല ബന്ധം ഉണ്ടാണോ ഇത്? അതല്ലടേ, ഇത് ഞാൻ പറഞ്ഞു വന്ന. നീ നിങ്ങൾ മാറി, ഞാൻ കളിച്ച് കയറ്റിക്കോളാം. നിങ്ങൾ മാറിയില്ലേ? അതെ, മുണ്ടൊക്കെ ശേഖരന്റെ മ്യൂസിക് അപ്പൊ കാണിച്ചു. അങ്ങോട്ട് പോകും. യവനാണ് കളിച്ച് കയറ്റാൻ വേണ്ടി വന്നത്. ഇപ്പൊ പൊളിഞ്ഞ് തകടം പറയുന്ന ഇപ്പൊ കണ്ടോ? ഇനി 7 ആർക്കെങ്കിലും പാവരിക്കുന്നെങ്കിൽ അത് ഈ
മുണ്ടക്കൽ ശേഖരന് വേണ്ടി ആ എടാ 8 മണിയെങ്കിലും ആവട്ടെ എന്നിട്ട് ഉറങ്ങടാ. ചത്താലും തീരില്ല ഇവന്റെ മഹത്വം. അത് നീ അത് അങ്ങനെ ഒരു പേരുണ്ടാക്കി വെക്കണം, അല്ലെങ്കിൽ നീ ചത്താലും ഞങ്ങൾ ഒരു പറഞ്ഞോണ്ടിരിക്കും. കാറ് കത്തിയാ എനിക്ക് പുല്ല. നീ കത്തിച്ചു നോക്കടാ. ഒന്നാമത്തെ പിന്നെ അടവ് തന്നെ ഞാൻ അടച്ചില്ല, അവൻ കാറ് കത്തിക്കാൻ വേണ്ടി കിടക്കുന്നു. നീലകണ്ഠൻ, പിന്നെ എന്റെ അമ്മാവൻ. ഇനി ഏയിലക്കലിൽ നീ ആർക്കെങ്കിലും പാവരിക്കും. എടാ അത് കഴിഞ്ഞടാ, ഇത് കീ കൊടുത്ത് വിട്ടേക്കണ്ടാ. എടാ ഇനി ഞാൻ പറയട്ടടാ. നീ പറ ശേഖരാ, കഴുത്തിന് പകരം വലം കൈയർത്തതും. കഴുത്തിന് പകരമല്ല, നിന്റെ കഴുത്തിന് പരിപാടി തീരായിട്ട് നിന്റെ കഴുത്ത് ഞാൻ പിടിച്ചോടിക്കും. കഴുത്തിന് പകരാക്കണം. എനിക്ക് പകരം എന്റെ കുഞ്ഞമ്മ എന്നെ കൊല്ലാതെ വിട്ടതും. കൊല്ലാതെ വിട്ടതാണ് എന്റെ കഴിവുകേടായി കാണരുത് ശേഖര. പഴം കയ്യിലേക്ക് കൂടിയപ്പോഴും മനസ്സിനെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ്ട. വഴി മാറടാ. എടാ അവന്റെ പേരെന്തൊന്നു? ദൈവമേ, ഞാൻ ഇപ്പൊ എന്തെങ്കിലും വിളിച്ചാരി പറഞ്ഞ പെട്ടെന്ന് കുടിച്ചിട്ട് പറഞ്ഞ എന്റെ കൊച്ചുചേരനാണ് ഞാൻ ഓർമ്മിച്ചത്. വഴി മാറണം മുണ്ടക്കൽ ശേഖര. വഴി മാറടാ മുണ്ടക്കൽ ശേഖര. തീർന്നു, ബാക്കി ഞാൻ കളിച്ചോളാം. ചത്താലും തീരില്ല ഇവന്റെ മഹത്വം. എന്റെ അടുത്ത പറയടാ. ചത്താലും തീരില്ല ഇവന്റെ മഹത്വം. എന്നിട്ട് റെഡിയാവുകയും ചെയ്യും. പറ. കാറ് കത്തിയാ എനിക്ക് പുല്ല. നിന്നെ കത്തിക്കണം, കാറല്ല കത്തിക്കാനുള്ളത്. ഇവിടെ പറ ഡയലോഗ്, ബാക്കി പറ. ഇനി ഏയിലക്കലിൽ ആർക്കെങ്കിലും പാവരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മുണ്ടക്കൽ ശേഖരൻ. പാക്കച്ചോടാണ് എനിക്ക്, ഞാൻ അറിഞ്ഞത്തോണ്ട് പായ വിരിക്കണമെങ്കിൽ മുണ്ടക്കൽ ശേഖരന് വേണ്ടി മാത്രമായിരിക്കണം. നിനക്ക് ഉറക്കം പിന്നെ ഇപ്പോഴേ പാവരിക്കാൻ. ചത്താലും തീരില്ല നിന്റെ മഹത്വം. അത് ആദ്യം പറയാനുള്ള ഡയലോഗില്ല, ഇപ്പോഴാണ് പറയണത് ചത്താലും തീരില്ല മഹത്വം. കാറ് കത്തിയായിരിക്കും പുല്ല. ആരെ കാറ് കത്തിയ? എടാ നിന്റെ കാറാണ് കത്തിക്കണത്. ആദ്യം നീലകണ്ഠൻ, പിന്നെ എന്റെ അമ്മാവൻ. അമ്മാവന്റെ പേരെന്താടാ? അവന്റെ പേര് അച്ഛൻ മോഹൻലാൽ എവിടെ പോടെ? അച്ഛൻ മോഹൻലാലിന്റെ മ്യൂസിക് വരട്ടെ. ഇത് പാടെ അച്ഛൻ മോഹൻലാൽ പാടെ, ഇത് പുഴുക്കണ്ട എവിടെ നിന്ന് 8 പ്രാവശ്യം മ്യൂസിക്. ഭരണം മിസ്റ്റർ ഇന്ദുചൂടൻ, വിനാശകാല വിപരീത ബുദ്ധി. ആ പുല്ലേ, നീ പവിത്രനെ തിരക്കി വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പണ്ട് പാലക്കാട് വിട്ടോറിക്കോളം മുതൽ ഓട്ട മൈതാനം വരെ ഓട്ടിച്ചട്ടി തല്ലിയതാ. ചക്കാത്തിന് നിന്നെ കിട്ടണമെങ്കിൽ ആയിക്കോ. അങ്ങനെ ആ സാർ ഈ സാറും കൂട്ടിട്ട് ഉണ്ടാക്കണ്ട. ഭരണം ഹേ. അതിപ്പോ ഇവിടെ പറയാൻ കാര്യം അതിന്റെ ആവശ്യമില്ല, എനിക്കറിയാം. ആവശ്യമില്ലെന്ന് എനിക്കറിയാം. അപ്പൊ നിനക്ക് എനിക്കൊരു നരച്ച വിഗും ഒരു മുണ്ടും ഷർട്ടും ഒരു വടിയും തന്നിട്ട് എന്നെ അങ്ങ് ഒതുക്കാന്നുള്ള പരിപാടിയല്ലേ? അപ്പൊ നീ തുടക്കത്തിൽ വന്ന് നീ കളർഫുൾ ആയിട്ട് വന്ന് തന്നെ ഈ ദേവനെ കൂടെ കൊണ്ടുവന്നിരുന്നത്. അപ്പൊ എന്നെ നീ ഒതുക്കാനുള്ള പരിപാടിയല്ലടാ. അപ്പൊ അങ്ങനെ എന്നെ ഒതുക്കാൻ ഞാൻ സമ്മതിക്കും. ഈ വേഷം ഇതിനകത്ത് ഇല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയാം. ഞാൻ കൂളിംഗ് ക്ലാസ് വരാന്ന് പറഞ്ഞില്ല. ആര്? അച്ഛൻ മോഹൻലാൽ നോക്കി. അച്ഛൻ മോഹൻലാലിന് വെക്കാൻ നീ കൂളിംഗ് ക്ലാസ് വരാന്ന് പറഞ്ഞിട്ട് എനിക്കറിയാം. ഈ വേഷം ഞാൻ ചെയ്യാനുള്ള നീ തട്ടിയെടുത്തിട്ട് അച്ഛൻ മോഹൻലാൽ ചെയ്യാൻ യഥാർത്ഥത്തിൽ ഇവനല്ലേ? കാറ് കത്തി എനിക്ക് പുല്ലടാ. എടാ നീ ഒരു കാര്യം ചെയ്യണം കേട്ടാ. ആദ്യം നീലകണ്ഠൻ, പിന്നെ നിന്റെ അമ്മാവൻ. നീ ആർക്കെങ്കിലും പാവലിക്കുന്നെങ്കിൽ അത് ഈ ശേഖരന് വേണ്ടി മാത്രമായിരിക്കണം. എടാ ഇവനെ കത്തിക്കാൻ വല്ല മാർഗം ഉണ്ടാടാ. എടാ ഇനി ഇതിനകത്ത് ഡയലോഗ് ഉണ്ടടാ. എടാ ഇവനെ കീ കൊടുത്ത് വിട്ടേക്കലടാ. നീ ഒരു കാര്യം ചെയ്യും, ആ ഹൈക്കോടതി ജംഗ്ഷനിൽ ചെന്നിട്ട് ആ സ്റ്റേഡിയത്തിൽ ചെന്നിട്ട് ഒരു 1000 പ്രാവശ്യം ഇത് പറഞ്ഞു പഠിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ? ചത്താലത്തിയില്ല മഹത്വം. ഞങ്ങളത്തെ 150 വട്ടം പറഞ്ഞ് നമുക്ക് കയറവനെ കേട്ടണ്ടത്. നിങ്ങളുടെ ഞാൻ പറഞ്ഞ നീയല്ലേ ആര് പറഞ്ഞു? നല്ല പക്ക കാറ് കത്തിയായിരിക്കും പുല്ലാടാ. ഇവനെ കാർ കൊണ്ട് മറിച്ച് കളറ ഈ ചെറുക്കണ്ട കാറ് കത്തി ഇന്ന് ഒറ്റ പിടിച്ച് കയറ്റിയേട്ടാ. ആദ്യം നീലകണ്ഠൻ, എടാ ഇത് എന്റെ അമ്മാവൻ. ആർക്കെങ്കിലും പാവരിക്കുന്നെങ്കിൽ അത് ഈ എനിക്ക് എന്തിനാണ് അവനെ വിളിച്ചത്? കാര്യം പറ, എന്തിനാണ് വിളിച്ചത്? നിങ്ങൾക്ക് ഇതിന്റെ വല്ല മണ്ട മറിയ എന്തിനാണ് വിളിച്ചത്? ചത്താലും തീരില്ല എന്റെ മഹത്വം. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞേട്ടാ. നമ്മള് കൊന്നാ തീരുവോ? എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മള് ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ ചെല്ലുമ്പോഴേ മസാല ദോശ പറയുമ്പോ അതിനകത്ത് വട എന്നൊരു സാധനം ചോദിക്കാതെ പറയില്ലേ? ചോദിക്കാതല്ലേ വരുന്നത്? ആ വടയുടെ ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ വേണ്ടെന്ന് പറയുമ്പോ അതെടുത്തോണ്ട് പോകുമോ? അങ്ങനെ ചോദിക്കാതെ വരുന്ന ഒരു വടയാണ് ഇതാ പോകുന്നത്. കണ്ടാ? അയ്യോ ആ കൗണ്ടർ ഇല്ലാതാക്കിട്ട് പോണ കണ്ടാടാ. കാറല്ല, എല്ലാരും കൂടെ ചേർന്ന് അവന്റെ വീട്. ആദ്യം നീലകണ്ഠൻ, പിന്നെ എന്റെ അമ്മാവൻ. ഇനി ഏയിലക്കരയിൽ നീ ആർക്കെങ്കിലും പാവരിക്കുന്നുണ്ടെങ്കിൽ ഈ മുണ്ടക്കൽ ശേഖരന് വേണ്ടി മാത്രമായിരിക്കണം. പോയി ആള് പോയി സ്റ്റേജിൽ കേൾക്കും. ചത്താലും തീരില്ല അവന്റെ മഹത്വം. എന്ത് ചെയ്യും? കാറ് കത്തിയ പുല്ല. ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞാൽ കൂടി പോകാം കേട്ടോ.
നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് ഇത് നശിപ്പിച്ചത്. അല്ല ഞാനേ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, എന്റെ അടുത്ത് നീ ഒരു പക്ഷെ പറഞ്ഞു പറ്റിച്ചതായിരിക്കും. ചത്താലും തീരില്ല ഇവന്റെ മഹത്വം. എടാ ഇത് ഒന്നും പറയാൻ സമ്മതിക്കില്ല. ഇനി ഈ ഇവിടെ നിന്ന് ഈ ഫ്ലോറിൽ നിന്ന് പോയിട്ട് വീട്ടിൽ ചെന്ന് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കോടെ. ഇത് ഞാൻ ഇനി ഒറ്റ കാര്യം പറഞ്ഞോട്ടാ. ആദ്യം നീലകണ്ഠൻ, അത് കഴിഞ്ഞ് നിന്റെ അപ്പൂപ്പൻ. എടാ ഇതൊന്ന് പറഞ്ഞോട്ടാ, എനിക്ക് പറ്റിയൊരു അബദ്ധം. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു സ്കിറ്റ് ചെയ്യാൻ അങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്കിറ്റ് ചെയ്യാൻ അങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്ന സമയത്ത് ഇവൻ വന്ന് പറഞ്ഞ് കാറ് കത്തിയ പുല്ല. എല്ലാരും കൂടെ ചേർന്ന് എവനോ ഒന്ന് കത്തിക്കോ. എവിടെ ജനറേറ്റർ ഒന്ന് ഓഫ് ചെയ്യോടെ? ജനറേറ്റർ പീസൂരോട് ആരെങ്കിലും എത്തി. അപ്പൊ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, പെട്ടെന്ന് പറ. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ക്ലൈമാക്സ് ആണ്, ക്ലൈമാക്സ്. ഇല്ല, ആർട്ടുകാർ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട് വാക്കകത്ത് വെക്കാൻ, എന്തെങ്കിലും മതി. ചത്താലും തീരില്ല ഇവന്റെ മഹത്വം. ആദ്യം നീലകണ്ഠൻ, പിന്നെ എന്റെ അമ്മാവൻ. ഇനി ഏയിലക്കരയിൽ നീ ആർക്കെങ്കിലും പാവരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മുണ്ടക്കൽ ഒരു കട്ടില് വാങ്ങിയിടാ. ചേട്ടൻ പറഞ്ഞത് ഞങ്ങള് പറഞ്ഞേ ഒരു 2 പ്രാവശ്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ്. അത് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം. അതല്ലാതെ ഇനി വേറെ സംഭവം കൂടെ ഉണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മേഡം. ഞങ്ങൾ ഇങ്ങനെ ഒരു സ്കിറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത സമയത്ത് അഖിൽ വന്ന് എന്റെ അടുത്ത് പറഞ്ഞേ, കാറ് കത്തിയ എനിക്ക് പുല്ല. പരിപാടി തീർക്കാൻ നോക്കുമ്പോ കാറ് കത്തിയത്. ഞാനൊരു ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങൾ ഇങ്ങനെ ഒരു സ്കിറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത സമയത്ത് അറിയാമല്ലോ ആള് വരുന്നുണ്ട് കേട്ടോ. അറിയാലോ ഈ 2 കഥാപാത്രം അറിയാലോ. ആദ്യം എന്റെ അമ്മാവൻ, 2 കഥാപാത്രം. അപ്പോ പിന്നെ നീലകണ്ഠൻ. ഈ മറന്നു ക്ലൈമാക്സ് ഡയലോഗ് ഉണ്ടാകുന്നത് മറന്നു. മറന്നൊന്നും പറയല്ലേ, അവനത് ഓർമ്മയുണ്ട്. 3 ഡയലോഗേ ഉള്ളൂ. വീണ്ടും വന്ന് അസ്ഥാനത്ത് പറയും. ഇത് ആകാശത്തൂടെ പോയതാണ്. ഞങ്ങൾ 2 ഏണി വെച്ച് ഇനി പിടിച്ചെടുത്തത്. അപ്പൊ ഇങ്ങനെ ഈ 2 കഥാപാത്രം അറിയാലോ, മനോഹരമായിട്ടുള്ള സിനിമയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ എന്റെ അടുത്ത് ആദ്യം പറഞ്ഞു ഇതല്ല വയസ്സായ അച്ഛൻ മോഹൻലാൽ അത് ചെയ്യാൻ പറഞ്ഞു, അവൻ അത് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു കാറ് കത്തിയ എനിക്ക് പുല്ലടാ. ചത്താലും ദൂരില്ല നിന്റെ മഹത്വം. പാക്കപ്പ് വിളി സത്യം പറയല്ലേ, പാക്കപ്പ് വിളി. എന്റെ അമ്മയാണ് വീണ്ടും ഇറങ്ങി വരും. പൊളിഞ്ഞു. ഹലോ, കാരകത്തിയ പുല്ലാണോ? ഒന്ന് വരൂ ചോദിക്കട്ടെ. ഇന്നത്തെ സൂപ്പർ പെർഫോമർ ഷിയാസ്. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഷിയാസ്. ഷിയാസേ പൊളിച്ചു. എന്റെ അമ്മ അവിടെ ഷിയാസ് കയറി നിന്നപ്പോണ്ടല്ലോ, ജീവിക്കായിരുന്നല്ലേ. എന്തൊരു ലുക്കാണ്. വേഷം പകർച്ച ഒരു രക്ഷയില്ലാത്ത വേഷം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചത്താലും തീരില്ല മഹത്വം. ഷിയാസേ, ഇന്ന് ഒരു കാര്യം മനസ്സിലായില്ലേ? അടിപൊളിയായിട്ട് ചെയ്ത പ്രോത്സാഹന പെരുമഴയായിരിക്കും സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ നിന്ന്. സത്യം അസലായിട്ട് പെർഫോം ചെയ്താൽ മതി. ഇവനിത് അറിയാതെ പറഞ്ഞാൽ തോന്നിട്ടാ. ചത്താലും തീരില്ല നിന്റെ മഹത്വം. അത് സ്റ്റാർ മാജിക്കില് നല്ല അടിപൊളിയാണ്. പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ്. പരകായ പ്രവേശമായിരുന്നു എന്തായാലും. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആവും. വെറുംകായല്ല, ഏത്തക്കായ. ഉണ്ടിക്കൽ ശേഖരനായിരുന്നു ഭേദം. ഒരു അടിപൊളി പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. ആദ്യം 3 പേർക്കും നമുക്കൊരു വലിയ കാര്യം എടുക്കാം. എസ്പെഷ്യലി ഷിയാസിന്റെ കാര്യം എല്ലാവരും വന്നിട്ട് ഷിയാസിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യായിരുന്നു. ഈ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ വരുമ്പോൾ ഷിയാസ് ഒരു മോഡലായിരുന്നു. പിന്നെ കുറച്ച് മൂവീസും ചെയ്തിട്ടുണ്ട്, എന്നാലും ഒരു മോഡൽ എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പൊ ഷിയാസ് എന്തൊക്കെ ചെയ്യും? പാട്ട് വേണോ, ഡാൻസ് വേണോ, സ്കിറ്റ് വേണോ, നമ്മളെ ചിരിപ്പിക്കണോ? ഇനി ഷിയാസിന് ചത്താലും പുല്ല. അപ്പോഴും പ്രശ്നമില്ല, എനിക്ക് 100 പടം ചത്താലും തീരില്ല നിന്റെ മഹത്വം. ഇല്ല, ഷിയാസിന് 100 പടം അഭിനയിക്കണം എന്ന് ആഗ്രഹം അല്ലേ? 100 പടം ചെയ്യണം. നമ്മുടെ തങ്കച്ചന്റെ ഭീമന്റെ കൂന്റെ ഫിഗർ മോഹൻലാലെ കൊണ്ടല്ലോ. അഖിലേ, അയ്യോ അത് ആദ്യം ഡാൻസ് ആയി പോയിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇത് വരാനുള്ള ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് പറയാൻ വേണം. ആ ഡാൻസ് പെർഫോമൻസ് ഡയാനയും മോളും അഖിലും കൂടെ തകർത്തു. അതിനകത്ത് സുധിച്ചേട്ടനും അസീസും പൊളിച്ചു നിങ്ങള്. ഓ എന്ത് രസമായിരുന്നു.
സുചേട്ടനൊക്കെ ആ ജഗദീഷ് ചേട്ടൻ ചെയ്യുന്ന മൂവ്മെന്റ് എങ്ങനെ നിങ്ങൾ മിമിക്രിയും ഡാൻസും കൂടി ചെയ്യുന്ന അമ്പിളിയങ്കളുടെ അതേപോലെ കാണിച്ചു. ശരീരം വരെ അറിയാതെ ഒരു നർത്തകനെ പറയണ്ട, ഞാൻ ഇതോട് പറയും ചെയ്തു. ബോഡി ഷേമിംഗ് ഒന്നും വേണ്ട. കുഞ്ഞുമൊക്കെ താഴോട്ട് കാണാൻ പറ്റാത്ത ആളായി പറയണേ. വയറുണ്ടല്ലോ. അല്ലെന്ന് ഞാൻ ഷർട്ട് എടുക്കുമ്പോ ജഗതിച്ചൻ അങ്ങനെ ഓവർ വയറൊന്നും ഇല്ല. ആ, ഒത്തിരി ഒന്നുമില്ല. കറക്റ്റ് ജഗതിച്ചന്റെ ഒരു ഷർട്ട് ഇടാൻ നിൽക്കുമ്പോൾ ലുക്ക് ഉണ്ട്. അത് മേക്കപ്പിന്റെ കഴിവായിരുന്നു, എന്നെ അങ്ങനെ ആക്കി എടുത്തതാണ്. അടിപൊളി. ഈ സ്കിറ്റ് ഇവന്റ് ആദ്യം തുടങ്ങിയപ്പോൾ പ്ലാൻ ചെയ്ത സ്കിറ്റാണ്. ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഡയലോഗ് പഠിച്ചോണ്ട് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇത് ഫസ്റ്റ്. അല്ല ഞാൻ പറഞ്ഞ എനിക്ക് റിഹേഴ്സൽ ഒന്നും ഉണ്ടായില്ല. അഖിലേട്ടൻ ഇത് അഖില ചുമ്മാ പറഞ്ഞ അഖിലേട്ടൻ ഇത് പറഞ്ഞു, എടാ ഞാൻ ഒരു 3 ഡയലോഗ് വരാം, നീ ഡയലോഗ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പറഞ്ഞിരിക്കണം, വേറെ ഒന്നും നീ ചെയ്യണ്ട, നീ ഇങ്ങനെ പറഞ്ഞേ ഇരിക്കുക, നീ ഇങ്ങനെ പറഞ്ഞ് നിന്നാ മതി, അവിടെ വെറുതെ നിന്നാ മതി. അങ്ങനല്ല, ഈ അസ്ഥാനത്ത് പറയണമെന്നൊന്നും പറഞ്ഞില്ല. കാരണം ഇവൻ പറയണതൊക്കെ അസ്ഥാനത്തായിരിക്കും. അങ്ങനെ വേണമായിരുന്നു. താളം ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് പ്ലേസ്മെന്റ് ആയിരിക്കും. സ്ഥാനത്ത് പറയാൻ പറഞ്ഞ സ്ഥാനത്ത് അത് ഇത് വലിയ ഇതിപ്പോ ഒരു വലിയ പ്ലാനൊക്കെ ചെയ്ത് നടന്നെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടോ. പക്ഷെ ആദ്യത്തെ കയ്യടിയോട് കൂടി തന്നെ ഒരു പ്രോത്സാഹനം. അല്ല ആദ്യത്തെ കൈയ്യടി തന്നെ എനിക്ക് ചിരി വന്നു. ആദ്യമായിട്ടാണ് ഒരു പരിപാടി കൈയടിക്കുന്നത്. അവന് കൈയടിക്കുന്ന ആദ്യമായിട്ടാ. അപ്പൊ ചിരി വന്നു. ഞാൻ ഇതെന്താ ഇങ്ങനെ ആണോ ഞാൻ ഇതിലും ഇതോടുകൂടി ഷിയാസ് യു ആർ അപ്പോയിന്റഡ്. അതുപോലെ ഷിയാസിന്റെ മേക്കപ്പ് ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് രാജേഷേട്ടൻ ഭീകരം. ഭയങ്കര പൊളിച്ചു കേട്ടോ. ആ വിക്കും ആ താടിയൊക്കെ ആ ഒരു ലുക്കിന് കറക്റ്റ് ആയിട്ട്. ആരാണ്? രാജേഷ് നെടുങ്കണ്ടം. രാജേഷ് മസലായിട്ട് ആ ഗെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്പീഡിൽ ചെയ്യുന്ന ഒരു വ്യക്തി. ഞാൻ പെട്ടെന്ന് ഞാൻ കണ്ണാടി നോക്കിയപ്പോൾ ഞാൻ വേറെ ആളായി പോയി. അധികം ചെയ്തിട്ട് കാര്യമില്ലെന്ന് കണക്കാക്കിയായിരിക്കും. അതാ അറിയാല്ല എന്തായാലും ചെയ്യുമെന്ന് പുള്ളിക്കറിയാം. ആൻഡ് ആസ് യൂഷ്വൽ നമ്മുടെ തങ്കു തങ്കു പിന്നെ എപ്പോഴും നന്നാവുന്ന ആള് തന്നെയാണ്. ഇത് ഇടയ്ക്ക് ഞങ്ങൾ പറയാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഒരു ക്ലൈമാക്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇപ്പോൾ അഖില് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവസാനം കൊണ്ട് നമ്മൾ ഈ വിഗും ഈ ഡ്രസ്സും അത് അങ്ങനെ ആയിരിക്കണമല്ലോ. ഈ വിഗും ഡ്രസ്സും എല്ലാം കൂടെ കൊണ്ട് ആ ചെയ്ത ക്യാരക്ടറുകളെല്ലാം ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ലാലേട്ടൻ്റെ അടുത്ത് പറയണം, അറിയാതെ ഞങ്ങൾ ഇങ്ങനൊരു ക്യാരക്ടർ എടുത്തു പോയതാണ്, ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ഇവൻ്റെ അടുത്ത് പറയും ഈ കൂട്ടത്തിൽ നീ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറയുന്നതാണ് ക്ലൈമാക്സ്. അപ്പോൾ ആ ക്ലൈമാക്സ് പറയാൻ പറ്റിയില്ലെങ്കിലും കൂടി ഇവിടുത്തെ ഞങ്ങളും കൂടെ അത് പറയണം. അല്ലെ അത് പറയല്ലേ? അതായത് നമുക്കത് തൊടാൻ പോലും പറ്റുന്ന വലിയ 2 കഥാപാത്രങ്ങളല്ല. ഇതിങ്ങനെ ഊരിതാ ഇപ്പോഴേ അങ്ങനെ സീരിയസ് കഥാപാത്രങ്ങൾ നമ്മൾ ഹ്യൂമർ ചെയ്യുമ്പോൾ പലയിടത്തുനിന്നും പല ഇത് വരുമായിരുന്നു. പക്ഷേ ലാലേട്ടൻ മലയാള സിനിമയിൽ ഏറ്റവും അധികം നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നടനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം തമാശക്ക് എന്നും കൂടെ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഒരിക്കലും തമാശ ചെയ്യുന്നവരെ അദ്ദേഹം തള്ളി പറയില്ല. തമാശക്ക് വേണ്ടിയല്ലേ നമ്മളത് ചെയ്തത്, നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഇങ്ങനെ ഒരു ക്ലൈമാക്സ് ഉണ്ടായിരുന്നുള്ള കാര്യം മറ്റൊരു സത്യം. പക്ഷെ അത് പറയാൻ പറ്റിയില്ല. പക്ഷെ അതിനിടയ്ക്ക് ഇവൻ ഇടയ്ക്ക് കയറി വന്ന് ചത്താലും മറക്കൂലെന്ന് പറഞ്ഞത്. പക്ഷേ ആ ക്ലൈമാക്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞെങ്കിൽ ആ ക്ലൈമാക്സിനെക്കാളും നല്ല ഹൈലൈറ്റ് ആയിരുന്നു ആ സാധനം. ഞാനിത് വിചാരിച്ചോണ്ടെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും, എവിടെ ചെന്ന് അവസാനിക്കും, കേറിയും പോണില്ല. അല്ല നമ്മൾ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അത് പറയാൻ പറ്റാത്തോണ്ടാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കളിച്ചോട്ടെ. ഈ ഒരു കോമ്പിനേഷൻ ഇനിയും 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 നമുക്ക് വേണം. അല്ലാതെ ഏതായാലും അഖിലിന് പിന്നെ ഇനി ഒരുപാട് നാളിത് പറയാൻ പറ്റില്ല. ലാലേട്ടൻ ഇപ്പൊ വയറൊക്കെ കുറച്ചു. ഇനിയിപ്പോ അടുത്ത ഈ ഇത് കഴിഞ്ഞുള്ള പുതിയ പുതിയ സിനിമകളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ വയറ് കുറയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ക്യാരക്ടറുകൾ പിടിക്കണം. അല്ല ഞാൻ ഈ ഡാൻസ് നന്നായെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കൂടെ ചെയ്യുന്ന ഫീമെയിൽസ് എപ്പോഴും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നവരായിരിക്കും. അവരുടെ റിയാക്ഷൻസ് എക്സ്പ്രഷൻ അല്ല. അതൊന്നല്ല ഒരുപാട് എളിമയൊന്നും വേണ്ട. അല്ല താളബോധം നല്ല ഒന്നാന്തരം നല്ല ഒന്നാന്തരം ഡാൻസ് അസലായിട്ട് കോറിയോഗ്രാഫിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ജോബിൻ മാസ്റ്റർക്കും ഈ ഒരു ടീമിനും ഒപ്പം നമ്മുടെ മധുചേട്ടനും മുരളിച്ചേട്ടനും ഒരു വലിയ താങ്ക്സ് പറയാം. ഏറ്റവും വലിയ താങ്ക്സ് അനുഭവട്ടാണ് പറയാം. കാരണം ഇപ്പൊ 4ാമത്തെ ലാലേട്ടന്റെ ക്യാരക്ടറാണ് ഇവിടെ ചെയ്യുന്നത്. അതും എല്ലാം സീരിയസ് കഥാപാത്രങ്ങളാണ്. അതിന്റെ ഹ്യൂമർ ദർശനം കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഞാൻ ഒരു കണ്ടന്റ് പറയുമ്പോൾ തന്നെ പുള്ളിക്കാരൻ ഒന്നും നോക്കാതെ നീ ചെയ്തോ, എന്നിട്ട് വൈകുന്നേരം രാത്രിയാണ് ചോദിക്കുന്നത് എന്താണ് എന്നെ കണ്ടന്റ് എന്ന് ചോദിക്കും. അപ്പോൾ പുള്ളി നമുക്ക് തന്നൊരു സപ്പോർട്ടുണ്ട്. അത് ഇന്നുവരെ അത് പൊളിച്ചിട്ടില്ല. അത് എന്ന് പൊളിയും അന്ന് അത് നിർത്തും. ഇല്ല ഇനി റൈറ്റർ നമ്മളെ മധുചേട്ടനും മുരളിയൊക്കെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് കണ്ടന്റ് കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഷിയാസിനെ പിടിച്ചിടാം. 500 മുതലാളി ഒരു കഥാപാത്രം ചെയ്ത് കയറ്റിയതിനായി പോയി. കയറ്റാൻ പറ്റില്ല. തൊണ്ടടഞ്ഞു. അതേപോലെ ഷിയാസ് കരീം
പൊന്നടാവേ വെരി ഗുഡ് ഇതിലോ? മറക്കല്ല സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഇതുപോലെ സൂപ്പർ പവറോട് കൂടി സൂപ്പർ പവറിൽ ഇതുപോലെ ഒരുപാട് വെറൈറ്റി പെർഫോമൻസസ് ഇനിയും പ്രതീക്ഷിക്കാം. താങ്ക് യു. ഞാൻ ഇപ്പറ പറഞ്ഞ ഈ അളിയൻ ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ അല്ല ചെയ്യേണ്ടത്, നമ്മുടെ സ്കിറ്റിലും കൂടെ ഉൾപ്പെട്ട് ചെയ്യണം. അത്രയ്ക്ക് സെൻസും കൂടെ നിൽക്കാനുള്ള കഴിവുള്ള ആളാണ്. അതെ, താങ്ക് യു അഖിലേട്ടാ. അടിപൊളി അടിപൊളി. എന്തായാലും ഇന്ന് നമ്മൾ കുറേ നമ്മുടെ മെമ്മറീസ്, കുട്ടിക്കാലത്തെ കോളേജ് ഓർമ്മകള്, സ്കൂൾ ഓർമ്മകൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. ഞാൻ ചോദിക്കട്ടെ, കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഈ സ്പൂൺ റേസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ചാക്ക് ചാട്ടോ അങ്ങനെയൊക്കെ അനു ചെയ്തിട്ടുണ്ട്? എനിക്കറിയാം, ഇവിടെ തന്നെ സ്പൂണൊക്കെ ഈ മത്സരം നടക്കുന്നിടത്തൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുകൊണ്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അനു അപ്പം എന്തെങ്കിലും ക്യാപ്റ്റൻ ആവട്ടെ ഈ ടീമില്. എക്സ്പീരിയൻസ് ഉണ്ട്. അതെ അതെ അതെ, ഫസ്റ്റ് കിട്ടിയ കുട്ടി ഒരു 5 മിനിറ്റ് സമയമുണ്ട് ഡയാനോടൊന്ന് കുളിച്ചിട്ട് വരാമോ? നല്ല make- അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്താ ടീം യഥാർത്ഥത്തിൽ നമ്മുടെ ടീമല്ല, ടീം നമ്മുടെ ടീമാണ്. അവരുടെ ടീമാണ്. എവിടെ പോയിരിക്കും എന്റെ ടീമേ? നമുക്ക് വേണ്ടി എന്താണ് ടീമിന് അങ്ങനെയൊന്നും ഇല്ല അല്ലേ? ടീമേ നീ വയ്യായിക ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കല്ലേ, ഇങ്ങോട്ട് വാ. ടീം താടി ടാറ് ചെയ്തോണ്ട് വന്നേക്ക. അവിടെ ഇരി. ഈ സൈഡിൽ ആരും കളിച്ചിട്ടില്ല ചാക്ക് ചാട്ടോ സ്പൂൺ റേസോ അങ്ങനെ? ചാക്ക് ചാട്ടം കളിച്ചു. ചാക്കൽ ചാട്ടം അല്ല, ചെറിയ ക്ലാസ് ഡയാന മതിലിയാട്ടാന്ന്. ക്ലാസ്സില് അല്ല, നമ്മുടെയൊക്കെ നാട്ടില് ഈ ചെറിയ ചെറിയ കലാപരിപാടിയൊക്കെ ചെയ്തു വരുമ്പോൾ ക്ലബ്ബുകളിലെ ഉത്സവം. അല്ല, നീ ഇപ്പൊ ദുബായിലാണോ ശശാങ്ക? ദുബായിലാണോ? നമ്മുടെയൊക്കെ നാട്ടിലെന്ന് പറയാൻ. നമ്മുടെ എല്ലാവരും നമ്മുടെ നാട് ദുബായി ആണോ? നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ മതി. അവനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോഴെന്തോ കേട്ടോ, അതിനങ്ങ് മറുപടി പറഞ്ഞാൽ ഉറക്ക കോമഡി കൊള്ളാം. ശരി, അപ്പഴേ നമ്മളിനി പോവാൻ പോണ ഗെയിമിന്റെ പേര് സുധിയണ്ണന്റെ ലോ ലെമൺ ലോ. കുറച്ചുനാള് എനിക്ക് തോന്നുന്നു ചേച്ചിക്കൊക്കെ കന്നഡ ഭാഷ നന്നായിട്ട് അറിയാന്ന്. സ്പൂണിലോ ലെമണിലോ എന്ന് പറഞ്ഞ ഏകദേശം ഈ ലൂ മനസ്സിലായി. കൂടുതൽ തെലുങ്കിലാണ്, കന്നഡത്തിലല്ല. ഇനി അടുത്ത ഏതെങ്കിലും ഒരു ഗെയിമിന് ഇടാൻ പറ്റുന്നതെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു പേര് പെട്ടെന്ന് വന്നാണ് മോട്ടു പത്ലു. അയ്യോ, നല്ല പേരാണല്ലോ. അതൊരു മോട്ടു പത്ലു സീരിയലിന്റെ പേരാണ്, ഈ ഒരു കാർട്ടൂണിന്റെ പേരാണ്. അതെ അതെ, ആ പക്ഷെ ഇത് കേട്ടപ്പോ എനിക്ക് തോന്നി ഇത് ലക്ഷ്മിക്ക് ചേരും, എന്നുവെച്ചാൽ ഉപയോഗിക്കാൻ പറ്റും. അതാണ്. നവ്യ എങ്ങനെ സമയം നോക്കി വാച്ചൊക്കെ കഴുത്തേ കൊണ്ട് കെട്ടിട്ടാണ്. നവ്യ വീട്ടിൽ പോയിട്ട് ഒന്ന് ഒഴിഞ്ഞിരണം കേട്ടാ. അടിമാലി അവിടെ പിടിച്ചിട്ട് എപ്പോഴും അങ്ങോട്ട് തന്നെ നോട്ടം. നീ ഇവിടെ ശ്രദ്ധിക്കടാ അടിമാലി. അല്ല, ഒന്ന് ഒഴിഞ്ഞിട്ടോ. അതെ, അസീസ് അത് കണ്ടുപിടിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ഒഴിഞ്ഞിട്ടോ. അപ്പം ഈ ഒരു സ്പൂണിലോ ലെമണിലോ എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം, ഈ പേര് കേട്ടട്ടെ പ്രണയിക്കാൻ തോന്നുന്നു. പേരെന്ത് നല്ല പേര്. ആ പേരിനെ പ്രണയിച്ചോളൂ, ഈ ഗെയിമിനെ കളിച്ചും പ്രണയിക്കണം കേട്ടോ. അയ്യോ ചേച്ചി, സ്പൂൺ റേസ് കളിച്ചിട്ടുണ്ടോ പണ്ട്? നഴ്സറി പഠിക്കുമ്പോൾ പ്രൈസ് കിട്ടിയിട്ട് 2 പ്ലേറ്റ് അത് ഇപ്പോഴും എന്റെ വീട്ടിൽ എന്റെ അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അടിപൊളി, അടിപൊളി. എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഓക്കേ. ശ്രുതിക്ക് അതുപോലെ പ്രൈസ് കിട്ടി 2 ഗ്ലാസ്. അതിനകത്ത് ഇപ്പോഴും അടിച്ചോണ്ടിരിക്കണം. ഈ നാരങ്ങ സ്പൂണും ഗെയിം ഇപ്പോഴും ഞങ്ങളുടെ വീട്ടില് ഓണത്തിന്, അതുപോലെ എന്റെ അച്ഛനും എന്തെന്നറിയോ, ഡബിൾ സൈഡ് സ്റ്റിക്കർ ഇല്ലേ, അത് സ്പൂണിനകത്ത് വെച്ചിട്ട് അച്ഛൻ ഇത് വെച്ചിട്ട് ഓട്ടാണ്, ഒരു അനക്കവും ഇല്ല. അനുവിനെ പോലെ അന്ന് മറ്റേ ഗ്ലാസും കൊണ്ട് അവൾ ഓടിയില്ലേ, അമ്മാതിരി ലാഘവത്തോടെ അച്ഛൻ ഓടുക. അടിമാലിയും ചെറുപ്പം തൊട്ട് തുടങ്ങിയതാ നാരങ്ങ പിഴിഞ്ഞുള്ള ഗെയിം. അത് വൈകുന്നേരം 6 മണിക്ക് ശേഷം അത് മൈൻഡ് ചെയ്യണ്ട. വെള്ളം ഒഴിച്ചിട്ട് ആ ശ്രുതിയുടെ ആ സർവത്ത് കോമഡിക്ക് പോകാനുള്ള വഴിയൊന്ന് ഭക്തജനങ്ങൾ 2 സൈഡിലേക്ക് മാറി കൊടുക്കണം. അതങ്ങ് ഒഴുകി അങ്ങ് പൊക്കോളും. അടിമാലി എല്ലാ ഗെയിമിലും കളിക്കാൻ ഇറങ്ങൂലല്ലോ. ഇനി അടിമാലിക്ക് എപ്പോഴും ഈ ബാൽജി കാരണം കമ്മറ്റിക്കാരനായിട്ട് ഇരിക്കാനുള്ള വേറെ ആർക്കുമില്ല. അതുപോലെ അടിമാലിയുടെ ചീഞ്ഞ കോമഡി. കമ്മറ്റിക്കാരൻ അടിമാലിയാണ് നമ്മുടെ ഇവിടുത്തെ. ഇരുന്നോട്ടല്ലേ, കുഴപ്പമില്ല. അപ്പൊ നമ്മള് ഈ സ്പൂണിലോ ലെമണിലോ എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം കളിക്കേണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് 2 ടീം ഒരുമിച്ചായിരിക്കും കളിക്കേണ്ടായിരിക്കും. ഒരു ടീമിൽ നിന്ന് ഒരാൾ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാക്ക് ചാട്ട് നമ്മൾ കളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പൂൺ റേസും കളിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ചുള്ള ഒരു മിക്സ്ഡ് വേർഷൻ ആണ് നമ്മൾ ഇവിടെ കളിക്കാൻ പോണേ. അതായത് ചാക്കിന്റെ ഉള്ളിൽ കയറി നിൽക്കുന്നു, നമ്മൾ സ്പൂൺ എടുക്കുന്നു, അതിൽ ലെമൺ വെക്കുന്നു, അതിനുശേഷം നമ്മൾ ചാടി 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 ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഏത് ടീമാണോ പ്ലേസ് ചെയ്യുന്നത് ആ വെള്ളത്തിലേക്ക് ലെമൺ കൊണ്ടിടുന്നത് അവരായിരിക്കും ജയിക്കാൻ പോണേ. ഓക്കെ, അതായത് 1 പോയിന്റ് ആയിരിക്കും സ്കോർ ചെയ്യുക. ആദ്യം ആരാണോ വന്നിടുന്നത് ആദ്യത്തെ റൗണ്ടിൽ ഏറ്റവും ആദ്യം ഇടുന്ന ആൾക്കാർക്കും 1 പോയിന്റ് കിട്ടുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സ്റ്റാർട്ട് ചെയ്യാം. ഇത് 2 ആനയുടെ തലയിരുന്ന് അനങ്ങുന്നവിടെ. ഓ എന്റെ അമ്മേ, എന്റെ അമ്മേ, ഞാൻ പറഞ്ഞതല്ലേ, പ്രോത്സാഹിപ്പിക്കല്ലേ നവ്യ. ആദ്യം ചാക്കിന്ന് ഒരു നാരങ്ങ എടുത്ത് പുള്ളിയുടെ വായി വെച്ചുവിടാം. ഷിയാസ് എഴുന്നേറ്റ് തീരുന്നില്ല. 2 ആനയുടെ തല അവിടെ ഇരുന്ന് അനങ്ങുന്നുണ്ടോ? ചത്താലും തീരില്ല. തീരില്ല നിങ്ങളുടെ കുതിര അവിടെ പോയി. അതെ, ഒരു കാര്യം കൂടെ പറയട്ടെ. അടുത്ത ഹാസ്യം.
ആനയുടെ കാലില് ക്യൂടെക്സ് ഇട്ട നിങ്ങൾ ആരെങ്കിലും കണ്ടു? നവ്യ കണ്ടിട്ടുണ്ടോ? ഇനി ഇരിപ്പുണ്ട് അവിടെ. എത്ര പ്രാവശ്യം പറഞ്ഞതാ. അനുഭവിക്കുക. ഇവിടെയുള്ള എല്ലാരും വളരെ സുന്ദരിയായ നവ്യേനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇവൻ ആന തലയാട്ടം നോക്കിയിരിക്കും. അതാടാ നീ ഗെയിമിനൊന്നും കേറാത്ത നവ്യെ നോക്കിക്കോട്ടെ. ഇത് കോമഡി സത്യാവസ്ഥയായിരുന്നു. ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ല. ഞാനോ? ഞാൻ നോക്കാറില്ല മുഖത്ത്. പിന്നെ എവിടെ നോക്കണേ? സ്പൂണിലോ ലെമണിലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവലോ. അപ്പൊ കൗണ്ട് ഡൗൺ പ്ലീസ്. പിടിച്ചാലേ മാക്സിമം താന്ന് ഇരുന്നിട അല്ലെ ചാടിപ്പോ. സമയമുണ്ട്. കമോൺ കമോൺ. അപ്പൊ ഷൈദുവിന് 1 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. സോ ഇനി റോ ആയിട്ട് തന്നെ നമുക്ക് പോവാട്ടോ. ഓക്കെ, അഭിരാമി ആൻഡ് ഐഷു. നന്നായിട്ടുണ്ട് കേട്ടോ കൊച്ചെ, നീ നന്നായിട്ട് കളിഞ്ഞുടി. നിനക്ക് എങ്ങനെ സാധിക്കുന്നടേ ഇങ്ങനെ കളിക്കാൻ? സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ ഇവർക്കുള്ള കൗണ്ട് ഡൗൺ കൊടുക്കാം. ഐഷുവും അതുപോലെ തന്നെ അഭിയാണ് കളിക്കണേ കേട്ടോ. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. സെൻട്രലാണോ? അയ്യോ തിരിച്ചു പോണം. ഐഷു അമ്മമ്മ ഓണാരു അടി കൊടുക്ക്. ആ മോളെ പൊങ്ങിച്ചടിക്കാം. പതുക്കെ പോണോടി, പതുക്കെ പോടി. പതുക്കെ നിന്റെ ബാലൻസ് തെറ്റാത്ത രീതിയിൽ പോകും. ഐഷു 2 കാലം ഇങ്ങനെ വന്നോണ്ടിരുന്നത്. അഭിയാണ് ഒരുമിച്ച് ജമ്പ് ചെയ്തില്ല. കറക്റ്റ് ആയിട്ട് അഭിയാണ് കളിച്ചത്. അതുകൊണ്ട് തന്നെ വീണ്ടും 1 പോയിന്റ് ഈ ടീമിലേക്കാണ് പോണേ. സോ 2 പോയിന്റ്സ് നമ്മുടെ അനുവിന്റെ ടീമിലേക്കാണ് പോയിട്ടുള്ളത്. സോ കൺഗ്രാറ്റുലേഷൻസ്. ഏതായാലും ഇനി അടുത്തത് ടീമും ഷാഫിക്കയും എന്താവോ എന്തോ. ഇപ്പൊ കൗണ്ട് ഡൗൺ കൊടുക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓടിക്കോ പെട്ടെന്ന് പോ. ചില പെണ്ണുങ്ങൾ ചാടും പോലെ ഷാഫിയെ നോക്കിയാണതാ. വിജയുടെ പടത്തിൽ വില്ലനായി അഭിനയിച്ച ദിനേഷ് ബാസ്റ്റിൻ നാരങ്ങ സ്പൂണിൽ വെച്ചുകൊണ്ടുള്ള ഓട്ടം. ടീമിന് ബാലൻസ് ചെയ്യാൻ പറ്റും. ബാക്കിലെ മുടിയും വിജയനോട് അഭിനയിച്ചു. നീ ഇപ്പോഴും വിജയനോട് പറ്റി പോയില്ലേ? നമ്മളെ ടീമിൽ എല്ലാം കിഴങ്ങുകളാണല്ലോ ദൈവം. വീണ്ടും 1 പോയിന്റും കൂടെ നമ്മുടെ അനുവിന്റെ ടീമിലേക്ക് വന്നിരിക്കുകയാണ്. സോ ടോട്ടൽ 3 പോയിന്റ്സ് ആണ്. എന്താ പറഞ്ഞ സിസ്ക്? എന്താ പറഞ്ഞേ? നമ്മുടെ ടീമിൽ എല്ലാം നല്ല കളിക്കാരാണ്. ഇന്ന് എന്ത് പറ്റി? അല്ലല്ല, നേരത്തെ എന്താ പറഞ്ഞേ? കിഴങ്ങന്മാരാണല്ലോ. എന്നാ അതല്ലാതൊന്ന് പ്രൂവ് ചെയ്യൂ ചെല്ലു. ഇല്ലെങ്കിൽ ആ പേര് കിട്ടല്ലോ. കിഴങ്ങനാവുമല്ലോ. നീ നനകിഴങ്ങ് നീ ആവും. അപ്പഴേ ഇനി അഫീസ്കയും ഷിയാസും കൂടെ കളിക്കാൻ വേണ്ടി പോവാ. കൗണ്ട് ഡൗൺ കൊടുക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ബാലൻസ് കൺട്രോൾ. അങ്ങനെ ചാടി നിനക്ക് പയ്യെ നിനക്ക് ട്രാക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും അശോകനെ പോലെ
പാലിച്ചിരിക്കുകയാണ്. കിഴങ്ങനല്ലട്ടാ. അതെന്ത് പറ്റി അങ്ങനെ? അഭിമാന പ്രശ്നമായിരുന്നു. അതെ. ഞാൻ നനകിഴങ്ങായ നീ ഇട്ടില്ലെങ്കിൽ ഞങ്ങളെ അത് ബാധിക്കില്ലടേ ഞങ്ങളെ കൂടെ. അസീസ്ക ടീമിന് വേണ്ടി ഒരു അടുത്തത്. പോയിന്റ് സ്കോർ ചെയ്തിരിക്കുകയാണ്. ഒരു പോയിന്റ്, ഇവിടെ 3 പോയിന്റ് ആണെങ്കിൽ അവിടെ ഒരു പോയിന്റ് ആയി. അടുത്ത കൂവക്കിഴങ്ങ്. നമ്മള് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഇപ്പൊ ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ ടീമിന്റെ ടീമാണ്. നമ്മളിപ്പോ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. കളിക്കാൻ പോണേ സുധിച്ചേട്ടനും അതുപോലെ തന്നെ ശശു. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. നിങ്ങളിത് കാണുവിൻ കൊല്ലൻ സുധിയുടെ കോമഡി. രണ്ട് കൊല്ലം കൂടെ കഴിഞ്ഞാൽ പെൻഷനാകാനുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൊല്ലൻ സുധി കാണിക്കുന്ന അതിമനോഹരമായ നാരങ്ങ വച്ച് അന്ത വിളയാട് മത്സരം ഉണ്ടാക്കുങ്ങൾ. ശശു കാലിങ്ങനെ തെറ്റിച്ചാ വരണേ. എന്റെ ടീമിലാരും മരം കൊത്തിയ നാരങ്ങ കൊണ്ട് ഒരു നാരങ്ങ മരം നീ ശ്രദ്ധിക്കട്ടെ. മരക്കത്തി അങ്ങോട്ട് കൊണ്ട് മരക്കത്തി. ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് ഞാൻ ശശു അങ്ങനെ ഒരു പോയിന്റും കൂടെ സ്കോർ ചെയ്ത് കൊടുത്തിരിക്കുക. ദാറ്റ് മീൻസ് 2 പോയിന്റ്സ് ആണ് ആ ടീമില്. ഈ ടീമില് മൊത്തം 3 പോയിന്റ്സ്. അടുത്ത റൗണ്ട്. ടു പോയിന്റ്സിൽ ഇപ്പൊ നമ്മൾ നിൽക്കുമ്പോ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. അനുക്കുട്ടിയും അതുപോലെ തന്നെ ഡയനയും. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ആർട്ടിലെ ചേച്ചിമാരുടെ ശ്രദ്ധയ്ക്ക്, പ്രൊഡക്ഷനിലെ ചേച്ചിമാരുടെ ശ്രദ്ധയ്ക്ക്, ഗ്യാസ് കുറ്റിയില്ലെന്ന് കരുതി എടുത്തോട്ട് കത്തിക്കരുത്. ഇത് ഗ്യാസ് കുറ്റിയല്ല, ഞങ്ങളുടെ ആർട്ടിസ്റ്റ് അനുവാണ്. അഥവാ കത്തിച്ചിരുന്നാലും ഇത് അങ്ങനെ കത്തില്ല. കാല് വെക്കണം. ഒരല്പ സോപ്പും ഒരു ബക്കറ്റും കൊടുത്തപ്പോൾ ചാടുന്നില്ല. ഇവിടെ ഇറങ്ങി അവള് പുറകെ ഉണ്ട്. ഡയന മോള് ചാടുന്നില്ല. ചാടിക്കോ. ഡയന ചാടുന്നില്ല. ഡയന പുറകെ ഉണ്ട്. അകലെ ഒരു മുത്തശ്ശി ഒരു നാരങ്ങയും കൊണ്ടുപോകുന്ന അപ്പോ ഡൈന ലാസ്റ്റ് മിനിറ്റ് വരെ അങ്ങനെ ഭാരത് ഗ്യാസ് വീണ്ടും ടീമിന്റെ ടീം തന്നെയാണ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് 4 പോയിന്റ്സ് ആയിരിക്കാണ്. യെസ്, അപ്പൊ ഇനി അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. യെസ്, ഓക്കെ. ലാസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. എന്തായിരുന്നു ഗെയിമിന്റെ പേര്? അവര് ജയിച്ച സ്പൂൺലു ലെമൺലു. ഓക്കെ, കൗണ്ട് ഡൗൺ പ്ലീസ്. സ്പൂൺലു ലെമൺലു. അങ്ങനെ പാടാ. അടിപൊളി. കൊക്കാണ് ഇത്. കൊക്ക്. രണ്ടുപേരും ആ
അക്ഷരസ്ഫുടതയോടെ സംസാരിച്ചിട്ട് വന്നോളൂ. ഈ ഒരു ടെക്നിക്ക് എങ്ങനെയായിരുന്നു ഈ ഒരു ഗെയിം കളിക്കട്ടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പ്ലേ ചെയ്താണ്? പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയത്. എങ്ങനെയാണ് അനുചേച്ചി പ്രോത്സാഹനം? അനുചേച്ചി പറഞ്ഞു ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് നീ കളിച്ചോ, ഞങ്ങൾ പിന്നിലുണ്ട്, നിനക്ക് പറ്റും, നിന്നെ കൊണ്ട് പറ്റുമെന്ന് അനുചേച്ചി എത്ര വട്ടം ആവർത്തിച്ച് പറഞ്ഞു. നന്ദിയുണ്ട് അനുചേച്ചി. എല്ലാ ഗെയിമിലും അനുചേച്ചി ഒന്ന് ഇങ്ങനെ പറയണേ. ഓക്കെ, ശരി, ഓക്കെ. അപ്പൊ ഏതായാലും കൺഗ്രാറ്റുലേഷൻസ് ടു ക്യാപ്റ്റൻ അനു ആൻഡ് ടീം. ആരാണെന്ന് പറയാമോ? എന്തോ ഞാൻ പറയാം. അന്നാ ചാക്കോടെ ചേട്ടൻ. അല്ലല്ല, എനിക്ക് ഏതോ മുടി വെട്ടാൻ കാശില്ലാത്ത ആള്. മുടി വെട്ടാൻ കാശില്ലാത്ത ആള്. പക്ഷെ എനിക്ക് കണ്ടിട്ട് ഒരു പോക്രിയായിട്ടാണ് തോന്നുന്നത്. പോക്രിയല്ല. അല്ല സോറി, ആക്രി പറ സംഭവം പറ. നിങ്ങൾ ആരാണ്? ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഏതോ ബുദ്ധിയില്ലാത്തതാണ്. അല്ലെങ്കിൽ ഒരു കൊല്ലസുഖമുള്ള ഈ ഫ്ലോറിൽ ഇങ്ങനെ ഒരു കൗണ്ടർ കൊണ്ടുവരുമോ? ഒന്നാമത് പൊളിക്കാൻ വേണ്ടിയിരിക്കല്ലേ. ഞാൻ ആരാന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ ഇനി ഒരു ക്ലൂ പറയാം. ഇവിടെ ഇരിക്കണ നിങ്ങളെയൊക്കെ പ്രേക്ഷകർക്ക് വേണ്ടി പറ്റിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് ഇല്ലാത്തത് ഉണ്ടാക്കി തന്നിട്ട് പ്രേക്ഷകരെ പറ്റിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രൊഡക്ഷൻ ചേട്ടാ, ഇല്ലാത്ത എന്താണ്? നിനക്കൊക്കെ സൗന്ദര്യമുണ്ടോടാ? സൗന്ദര്യമുണ്ടോ? നിനക്കൊക്കെ സൗന്ദര്യമുണ്ടോ? ഇങ്ങനെയുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് സൗന്ദര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് പ്രേക്ഷകരെ പറ്റിക്കുന്ന ഒരാളാണ് ഞാനിന്ന്. ഓർമ്മയുണ്ടോ ഈ മുഖം? സുരേഷ് ഗോപി. സുരേഷ് ഗോപിയോ? ഞാൻ മിമിക്രി കളിക്കാൻ വന്നല്ല. മാഡത്തിന് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതാ. മാഡത്തിന്റെ പഴയ ബിനു. അയ്യോ, എന്റെ പഴയ മേക്കപ്പ് മാൻ ബിനുവോ? പക്ഷെ പുതുമയൊന്നുമില്ല, ഇപ്പോഴും ആ പഴയ കൗണ്ടറുള്ള ബിനു തന്നെയാണ്. അതെ, നിങ്ങൾ ഇപ്പോഴും മേക്കപ്പ് മാൻ തന്നെയാണ്. ഇല്ലടാ, ഞാനിപ്പോ ലോക്കപ്പ് മാനാ. അല്ല, നിങ്ങൾ ഈ കയ്യിലാതെ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നത്? വേറെ ഒന്നുമല്ല. കൈ അകത്തോട്ടാ. അല്ല, ഇതിനകത്ത് വേറൊരു ചരിത്രമുണ്ട്. ആമയെ പോലെ വരുമല്ലേ സാധനം? ഇതിനകത്ത് ചരിത്രം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് ഐശ്വര്യ റായിയുടെ മേക്കപ്പ് മാനായിരുന്നു. വേറെ സംഭവം അറിയുമോ? എനിക്ക് ഈ ഐശ്വര്യ റായിനെ ടച്ചപ്പ് ചെയ്യണ പരിപാടിയായിരുന്നു. അങ്ങനെ ടച്ചപ്പ് ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ ടച്ചിങ് ചെയ്യാനാണ്. അപ്പോഴത്തേക്ക് ഐശ്വര്യ റായി ഇതങ്ങ് അറിഞ്ഞിട്ട് വിഷയമാക്കാൻ ശ്രമിച്ചു. എന്നെ കണ്ടവരും പ്രൊഡക്ഷൻ കൺട്രോളർ എല്ലാവരും പറഞ്ഞു ഇടിച്ചെന്റെ ഷർട്ട് വലിച്ചു കയറി. ഞാൻ കിട്ടിയ ജുബ എടുത്തിട്ട് ഒറ്റ ഓട്ടം. ഞാൻ ഓടിയിട്ട് വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോഴാണ് സാധനം സംഭവം എന്നാന്നറിയുമോ? അഭിഷേക് ബച്ചന്റെ ജുബ. ഇപ്പൊ ഉള്ളത് പറയാലോ, ഇപ്പൊ ആകെപ്പാടെ പുറത്തേക്ക് ഉണ്ടാവുന്ന നല്ലൊരു ശീലയുള്ള ഉടുപ്പ് ഇത് മാത്രം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതിട്ടോണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ പോന്നതിന് ശേഷം മാഡം അങ്ങനെ ഹെയർ സ്റ്റൈലിലും മേക്കപ്പിലും ഒന്നും അങ്ങ് ശ്രദ്ധിക്കണില്ല. പിന്നല്ലേ ഞാൻ പല ആൾക്കാരും പറയുന്നത് ബിനു പോയതിന് ശേഷമാണ് എനിക്കൊരു ഐശ്വര്യം. അത് പ്രേക്ഷകർ അസൂയൊക്കെ കൊണ്ട് പറഞ്ഞല്ലേ. ഇപ്പൊ സ്റ്റാർ മാജിക്ക് വന്നിട്ട് തന്നെ മേക്കപ്പ് കൂടി മുടി ചുരുണ്ടു എന്നൊക്കെ പറഞ്ഞ് മുട്ടയിൽ വന്ന് കിടക്കുക. അത് വയറ് കൂടിയിട്ടാണെന്ന് തോന്നുന്നു. ഒന്നും ചെയ്യരുത്. അമലു ആണെങ്കിൽ ഫ്ലൈറ്റ് കയറി പോയേക്കാണ്. നാളെ എനിക്ക് ഷൂട്ടുള്ളതാണ് ബാംഗ്ലൂർ. അതെന്നെ വിശ്വാസമല്ലേ?
എന്നെ വിശ്വാസമല്ലേ? പിന്നെ വിശ്വസിക്കാൻ എന്റെ കെട്ടിയ ഭർത്താവൊന്നും അല്ലല്ലോ. എന്റെ ദൈവമേ, അടിമാരുടെ കൂടിയതിന് ശേഷം ഇങ്ങനെയൊക്കെ ആവുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ആ മുടിയുടെ തുമ്പ് തന്നെ അങ്ങനെയൊന്നും നമ്മള് അങ്ങനെ ഒന്നും വിടുവൊന്നുമില്ല. നമ്മള് തോന്നിച്ചല്ലോ സാധനമൊക്കെ കേട്ടാ. ഞാൻ പോയപ്പോഴത്തേക്കും അങ്ങനെ ഫ്ലാറ്റ് വേണം താമസിക്കാം പേനൊക്കെ. ഏട്ടൻ വരുന്നതിന് മുമ്പ് ആലപ്പുഴയിലായിരുന്നു. തൊണ്ട് തല്ലുന്ന പോലെ ഉണ്ടല്ലോ. അല്ല ഞാൻ എന്റെ ഈ മുടിയുടെ അറ്റം ചികിട്ട് ഇത്രയും കിട്ടിയെങ്കിൽ ഈ തലയിൽ വെച്ചാൽ വൈക്കോത്രൂ ജിഗയിൽ എന്തോരം കിട്ടും. എന്തോരം കിട്ടാൻ പോണു. അപ്പൊ അതുകൊണ്ട് അടുത്ത് വന്ന് നിക്കണ്ട, മാറി അവിടെ പോയി എന്തോ ഈ ബിനുവിനെ എങ്ങനെ എന്തിനാണ് പിരിച്ചുവിട്ടത് നിങ്ങൾ തിരിച്ച്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, മേക്കപ്പ് ചെയ്യുമ്പോ ഉറങ്ങുന്ന ഒരു ശീലം എനിക്കുണ്ട്. അങ്ങനെ ഒരിടത്തും മൈക്കിൾ ജാക്സൺ മരിച്ചിട്ടില്ല സംഭവം എന്റെ തലയിൽ വന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ ബിനു മേക്കപ്പ് ചെയ്തപ്പോ ഞാൻ ഇതുപോലെ ഇരുന്നൊന്ന് ഉറങ്ങി. അപ്പൊ ഞാൻ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മുടി ഒന്ന് സ്ട്രൈറ്റ് ചെയ്യണം. ഞാൻ ഉറക്കം എണീറ്റ് നോക്കിയപ്പോ എന്റെ മുടിക്ക് പകരം ആ ചുരുണ്ട മുടി മുഴുവൻ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കും. ഞാൻ പിരിച്ചു വിട്ടു. അത്രയും റീസൺ പോരെ പിരിച്ചു വിടാൻ. പിന്നെ ഉറപ്പായിട്ട് സത്യത്തിൽ സംഭവം എന്നാണെന്നറിയാമോ? മാഡത്തിന്റെ ഭയങ്കര ഫാനാണ് ഞാൻ. പിന്നെ അപ്പൊ ഞാനിങ്ങനെ ഒരുങ്ങാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മാഡത്തിന്റെ അടുത്ത് വന്നപ്പോഴത്തേനും എനിക്ക് രോമാഞ്ചം കാരണം മുടി അങ്ങ് എഴുന്നേറ്റുന്നു. അല്ലാണ്ട് സ്ട്രൈറ്റ് ആയി പോയതല്ല. സത്യത്തിൽ അതാ സംഭവിച്ചത്. കാര്യം പറയാതെ എന്നെ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞേ. വിഷമായി പോയി. അവസരം കൊടുക്കായിരുന്നു ഒന്ന് ചോദിക്കാൻ. നിങ്ങൾ നമ്മളെ ഈ മേക്കപ്പിന് നിങ്ങൾ ഇപ്പോഴും ഈ പാൻ കേക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്? ഇല്ല, ഞാൻ പ്ലം കേക്ക് ഉപയോഗിക്കുന്നത്. അതിനകത്ത് തന്നെ കശുവണ്ടി പരിപ്പ്. ഹൈബ്രോ അല്ല ഹൈബ്രോ യൂസ് ചെയ്യുന്നു. ഹൈബ്രോ യൂസ് ചെയ്യും. ചേട്ടാ ഹൈബ്രോ വിഗ് ഉണ്ടോ? ഇല്ല, വർത്താനം പറയും മാത്രമേ ഉള്ളൂ. നിനക്ക് പെഗല്ലേ ആവശ്യം, നിനക്ക് വിഗിന്റെ ആവശ്യമില്ല. ഇയാള് മേക്കപ്പ് മാൻ ഒന്നുമല്ല, ഒരു സാധനമല്ല. ഈ കോൺടാക്ട് ലെൻസ് ഉണ്ടോ? കോൺടാക്ട് ലെൻസ്. ലെൻസിലൂടെ ഞാൻ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. നോട്ടമല്ലേ ചെവി കൂടെ ഇത്ര വളർന്നു കിടക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുമല്ലോ? അങ്ങനെ ഇല്ല, എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും. ഇതൊക്കെ ബ്രീക്കന്മാർ ചെയ്യുന്ന പരിപാടികളല്ല. ബ്രീക്കന്മാർ ഞങ്ങളുടെ പല അങ്ങനെ സംസാരിക്കരുത്. ഞാൻ സെലിബ്രിറ്റികളെ മേക്കപ്പ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അവിടെ പാറ്റ ഒരിക്കലും വരാൻ സാധ്യതയില്ല. ഞാൻ കണ്ടല്ലേ ഇന്ന കാലത്ത് ഞാൻ പാറ്റക്കുള്ള മരുന്നടിച്ചിട്ട് വന്ന എന്റെ തലയിൽ ഇങ്ങനെ പാറ്റയാണ് പോയത്. അല്ലെങ്കിൽ പിന്നെ എലിയായിരിക്കും. ഈ എലിയൊക്കെ കാണുവാനത് ഇഷ്ടം പോലെ എലി കാണും. ഞാൻ ആരാധിക്കുന്ന സെലിബ്രിറ്റിയുടെ മുമ്പിൽ വെച്ച് ഞാൻ അപമാനിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ഈ തലയിൽ എലി വരില്ല. എടോ, ഞാൻ ഒരു പാറ്റ പോകുന്നത് കണ്ട് ഈ തലയിൽ എലി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എന്തെത്ര ഉറപ്പ്? കുഴപ്പമെന്ന് വെച്ചാൽ പാമ്പ് ഉണ്ടെങ്കിൽ പിന്നെ എലി വരുമോ? ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞ പിന്നെ എങ്ങനെ ശരിയാവും? നമ്മുടെ ബിനോടിമാലി പൊളിച്ചു. ബിൻചേട്ടാ വരൂ. പൊളിച്ചു സൂപ്പർ ചേച്ചി. സൂപ്പർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഭിഷേക് ബച്ചന്റെ ജുബ്ബയായിരുന്നു. എന്തായാലും ബിൻചേട്ടാ ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. പെട്ടെന്ന് തീർന്ന പോലെ തോന്നിയല്ലേ? അത്രയും നമ്മളിങ്ങനെ ത്രൂ ഔട്ട് ക്ലൈമാക്സ് പൊളിച്ച് അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു തീ ഇങ്ങനെ പെട്ടെന്ന് വന്നു. അടിപൊളിയായിരുന്നു. സൂപ്പർ പെർഫോമൻസ്. അല്ല എന്റെ തലമുടി ചീകിട്ട് 32 ഈരും 8 പേരും. പക്ഷെ വേറെ കാര്യം, ഒരുപാട് ആരാധിക്കുന്ന നടിയാണ് സെലിബ്രിറ്റി. ആ സെലിബ്രിറ്റിയുടെ ഫാനെ അടിച്ചു കൊല്ലേണ്ട കാര്യമില്ല. ഞാൻ ഈ മേക്കപ്പ് ഞാൻ മേക്കപ്പിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് ആദ്യം സിനിമയിൽ തുടങ്ങിയത്. അപ്പൊ ചെറിയൊരു കോമഡി ഉണ്ട് കേട്ടോ. എന്റെ ലൈഫിൽ നടന്ന കോമഡിയായിരുന്നു. ഇംഗ്ലീഷ് അറിയാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയൊരു കോമഡിയാണ്. അപ്പൊ ദിവ്യ ഉണ്ണിയുടെ അസിസ്റ്റന്റ് ആയിട്ടാണ് പോയത്. അപ്പൊ മെയിൻ മേക്കപ്പ്മാര് വേറെ ഉണ്ട്. അപ്പൊ എന്നെ ടച്ചപ്പ് ബോയ് ആയിട്ട് അവിടെ നിർത്തിയത്. എനിക്കറിയാൻ പറ്റായിരുന്നു. അപ്പൊ എനിക്ക് ഹൈറ്റ് ഉള്ള കാരണം കണ്ണാടി പിടിക്കുമ്പോൾ എപ്പോഴും ചെറിയ രീതിയിൽ എന്നെ വഴക്ക് പറയായിരുന്നു ദിവ്യ ഉണ്ണി. വഴക്ക് പറഞ്ഞത് ഞാൻ ഇങ്ങനെ കണ്ണാടി പിടിക്കുമ്പോ എന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഒന്നുകിൽ താന്നു ഒന്ന് പൊങ്ങിപ്പോവും, അല്ലെങ്കിൽ പൊങ്ങിപ്പോവും. കറക്റ്റ് ബേസിൽ പിടിക്കാറില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി ചേച്ചി എന്തിനാ വഴക്ക് പറഞ്ഞു. അപ്പൊ എനിക്ക് പേടിയാണ്. അപ്പൊ എന്റെ ആശാൻ എപ്പോഴും മെയിൻ മേക്കപ്പ് കഴിഞ്ഞിട്ട് പോയി വണ്ടി കിടന്ന് ഉറങ്ങും. അപ്പൊ എന്നോട് ഗ്ലിസറിങ് കൊടുക്കണം, ടച്ചപ്പ് കൊടുക്കണം. സീരിയലിൽ അതല്ല വേണ്ടത്. ഉച്ച കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എടോ സിസേഴ്സ് എടുക്കാൻ പറഞ്ഞു. എനിക്ക് ടെൻഷനായി. പടക്കം കിട്ടുന്ന സിസേഴ്സ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടിച്ചെന്നിട്ട് അവിടുത്തെ പ്രൊഡക്ഷന്റെ ആൾക്കാർ ചേട്ടൻ സിസർ ചോദിക്കണ്ട മനസ്സിലായില്ല. അതിന്റെ അവിടുത്തെ പെട്ടിക്കടയിൽ പോയിട്ട് 2 സിഗരറ്റ് മേടിച്ചിട്ട് ദിവ്യയുടെ കൈ കൊണ്ടുവന്ന് ഇപ്പോഴും ഞാൻ ഓർക്കണേ ജെയിംസ് എന്നൊരു വിളി. ജെയിംസ് എന്ന് പറഞ്ഞാൽ ആശാന്റെ പേര്. ഇയാളെ ഇവിടെ കാണർത്തിട്ടാന്ന് പറഞ്ഞു. പിന്നെ ടൈൽസിന്റെ പണിക്ക് തന്നെ പോയി. എനിക്ക്
അടിപൊളി അടിപൊളി. കത്രിക ചോദിച്ച ഒരാൾക്ക് സിഗരറ്റ് കൊണ്ട് കൊടുത്ത ആളാണ് നമ്മുടെ ടീം. ബിനീഷേ, അല്ല ബിനീഷ് ശരിക്കും വാങ്ങിക്കൊണ്ട് കൊടുത്തോ കടന്ന്? ഞങ്ങളുടെ ഒന്ന് മേടിച്ചോണ്ട് കൊടുത്തു ഞാൻ. എന്റെ പൊന്ന് ദൈവമേ, ഇത്രയും മണ്ടനാണോ ബിനീഷേ? സിസേഴ്സും സിസ്റ്ററും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്റെ മൈൻഡ് വെറുതെ വേറെ പോയി. ആദ്യത്തിന് ആ കോമ്പി ചോദിക്കാൻ ഞാൻ കോമ്പി വെച്ചിരുന്ന പോലെ പാമ്പിനെ എടുത്തു കൊടുത്തേനെ. ആ കോമഡി ഇരിക്കുന്നുണ്ടോ? ഇവനെ എന്ത് ചെയ്യട്ടെ? നീ മനോഹരമായിട്ടുള്ള സാധനം പറഞ്ഞ് അവിടെ ഇട്ടിട്ടുണ്ട്. വില്ലനായിട്ട് പോവാ. അടിക്കടാ 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 അതിന്റെ സൂക്കട അടിച്ചു തീർക്കാം. ഇനി മേലാൽ മേലാൽ ക്യാരക്ടർ എൻട്രി കളിക്കുമ്പോൾ നല്ല ക്യാരക്ടർ എൻട്രി കളിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കയറി അതിന്റെ ഇടയിൽ കയറി ചളി അടിക്കില്ല. അസീസിനെ പോലെ അതേ ലക്കി. അത് കൊള്ളാം കേട്ടോ. അത് കൊള്ളായിരുന്നു. ഇത് സ്റ്റാൻഡേർഡ് ആയിരുന്നല്ലേ? അത് കളക്കി. അപ്പൊ വെറുതെ വിടാം. അപ്പൊ വെറുതെ വിടാം. കരിഞ്ഞെങ്കിൽ പോയിരിക്കടാ അവിടെ. ഞങ്ങളെ പാവ അണ്ണനാണ്. ബിനിച്ചേട്ടാ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ബിനിച്ചേട്ടാ, അടിപൊളി സൂപ്പർ.